ഹായ് ഫ്രണ്ട്സ്, ആദിഷ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഒരു തട്ടിക്കൂട്ട് മുട്ട ബിരിയാണി എന്ന് പറയാം. ഉച്ചയ്ക്ക് മലക്കറിയോ മീനോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വീട്ടിലില്ലെങ്കിൽ ജസ്റ്റ് ഒരു 5-6 വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കുറച്ച് മുട്ട വാങ്ങിച്ച് ഉണ്ടാക്കാം മുട്ട ബിരിയാണി. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടല്ല, മുൻപ് ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ദമ്മിട്ടതുപോലെ ഉണ്ടാക്കിയത് ഇപ്പോഴാണ്. സാധാരണ ഉണ്ടാകുന്നത് വെച്ചാൽ ഉള്ളിയും ഇതെല്ലാം മുട്ടയെല്ലാം എന്താ പറയുക, മുട്ടക്കറി വയ്ക്കും പോലെ വെച്ചിട്ട് പിന്നെ ചോറിട്ട് ദം ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുമായിരിക്കും, എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ മുൻപൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യമാണ് ഇങ്ങനെ എല്ലാം കൂടെ ഒന്നേന്ന് മിക്സാക്കി ദമ്മിടും പോലെ, എന്ന് വെച്ചാൽ മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്ന രീതിയിൽ ദമ്മിടും പോലെ മസാലയെല്ലാം ചേർത്ത് അതിൻ്റെ കൂടെ ചോറിട്ട് വേവിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് കൊള്ളാം, ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കാണാൻ അധികം ലുക്കില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ കൂടെ സലാഡും കൂടെ ഉണ്ടെങ്കിൽ സലാഡ്, ഒരു അച്ചാർ, പപ്പടം. എനിക്ക് അച്ചാറും പപ്പടം ഇല്ലായിരുന്നു, സലാഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാം വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ രീതിയിലാണോ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ആരും കമൻറ്റ് ഇടാറില്ല, ഞാൻ പിന്നെ കമൻറ്റ് ചെയ്യണമെന്ന് പറയത്തേ ഉള്ളൂ. പിന്നെ വേറെന്താ, ഇപ്പം നാളെ സ്കൂൾ തുറക്കാറായില്ലേ. നാളെ സ്കൂളിൽ ആദ്യമായിട്ട് പോയി തുടങ്ങുന്ന മക്കൾക്കായിരുന്നാലും ഏത് കുട്ടികൾക്കായിരുന്നാലും അടുത്ത വർഷത്തിൽ പുതിയ അധ്യയന വർഷത്തിൽ പോകുന്ന എല്ലാ മക്കൾക്കും എൻ്റെ ബെസ്റ്റ് വിഷസ് അറിയിക്കുന്നു ഞാൻ. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ലഞ്ച്. മുട്ട ബിരിയാണി സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാൻ ലുക്കില്ലെങ്കിലും അടിപൊളിയാന്ന് പറയും പോലെ സൂപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു.